നമസ്കാരം. തുടർച്ചയായി മൂന്നാം തവണയും അധികാരം ലക്ഷ്യമിട്ടാണ് LDF മുന്നോട്ട് പോകുന്നത്. ഇതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയ ഇടതുമുന്നണി 43 സീറ്റുകളിലാണ് വിജയം ഉറപ്പിക്കുന്നത്. ബാക്കി ജയസാധ്യതയുള്ള 37 മണ്ഡലങ്ങളുണ്ടെന്നാണ് അവർ പറയുന്നത്. ഈ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരുക്കം തുടങ്ങിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് MLA-മാർക്ക് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. വിവാദങ്ങളിൽ ചെന്ന് ചാടാത്തവരും വീണ്ടും ജയിക്കാൻ സാധ്യതയുള്ളതുമായ MLA-മാരോട് കൂടുതൽ ജാഗ്രതയോടെ മണ്ഡലങ്ങളിൽ ശ്രദ്ധിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ജയസാധ്യത കുറഞ്ഞവർക്ക് സീറ്റ് നിഷേധിക്കാനും സാധ്യതയേറെ. രണ്ടാം സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾ തുടങ്ങുന്ന ഏപ്രിൽ 21 മുതൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് അനൗപചാരിക തുടക്കം കുറിക്കാനാണ് CPM-ന്റെ പദ്ധതി. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ വാർഷികാഘോഷ പരിപാടികൾക്ക് മുന്നിട്ടിറങ്ങുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും വാർഷികാഘോഷ പരിപാടികൾക്ക് മുഖ്യമന്ത്രി എത്തും. ഒരു ദിവസം നീളുന്ന പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയിലും വൈകുന്നേരം ജില്ലാതല പൊതുസമ്മേളനങ്ങളിലും പങ്കെടുത്തായിരിക്കും മുഖ്യമന്ത്രിയുടെ മടക്കം. ഇതിനൊപ്പം ഓരോ ജില്ലയിലെയും രാഷ്ട്രീയ സാധ്യതകളെ കുറിച്ചുള്ള വിലയിരുത്തലും മുഖ്യമന്ത്രി നേരിട്ട് നടത്തും. ഇതനുസരിച്ചായിരിക്കും സ്ഥാനാർത്ഥി നിർണയവും പ്രചാരണ തന്ത്രങ്ങളും ആവിഷ്കരിക്കാൻ പോകുന്നത്. ഏത് സാഹചര്യത്തിലും സംസ്ഥാനത്ത് 43 മണ്ഡലങ്ങളിൽ ഉറപ്പായും ജയസാധ്യതയുണ്ട് എന്ന് തന്നെയാണ് CPM-ന്റെ വിലയിരുത്തൽ. പാർട്ടി സംവിധാനവും ഭരണ സംവിധാനവും ബാഹ്യ ഏജൻസികളും നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണത്രേ ഈ വിലയിരുത്തലിലേക്ക് എത്തിച്ചേർന്നത് എന്നതാണ് സൂചന. മൂന്നാം തവണയും ഭരണം ലഭിക്കുമെന്ന CPM-ന്റെ ആത്മവിശ്വാസത്തിന്റെ പിൻബലം ഈ പഠനം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. 2016-ൽ 91, 2021-ൽ 99 സീറ്റ് നേടിയെങ്കിലും 2026-ൽ അത്രയും സീറ്റ് ലഭിച്ചേക്കില്ല എന്നാണ് സർവേയിലൂടെ വ്യക്തമായതെന്ന് നേതാക്കൾ പറയുന്നു. എന്നാൽ 100 സീറ്റ് എന്ന ലക്ഷ്യം വെച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്നെയാണ് CPM ഒരുങ്ങുന്നത്. 43 സീറ്റുകളിൽ ജയം ഉറപ്പിക്കുന്ന പാർട്ടി പ്രചാരണം മുറുകുമ്പോൾ ബാക്കി സീറ്റുകൾ കൂടി പ്രാപ്യമാകുമെന്നാണ് വിശ്വാസം. അത്തരത്തിൽ 37 സാധ്യതാ മണ്ഡലങ്ങൾ പാർട്ടി ലിസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുണ്ട്. നന്നായി ശ്രമിച്ചാൽ ഇത്രയും മണ്ഡലങ്ങൾ കൂടി ലഭിക്കുമെന്നാണ് CPM കരുതുന്നത്. കാസർഗോഡ് ജില്ലയിൽ 3 സീറ്റുകളിലാണ് CPM ഉറപ്പായിട്ടും വിജയപ്രതീക്ഷ പുലർത്തുന്നത്. തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട്, ഉദുമ സീറ്റുകളിലാണ് ഈ മണ്ഡലങ്ങൾ. പെരിയ കൊലക്കേസിന് പിന്നാലെ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഉദുമയിൽ ജയിക്കാനായത് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ, തളിപ്പറമ്പ്, കല്യാശ്ശേരി, മട്ടന്നൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, ധർമ്മടം, അഴീക്കോട് സീറ്റുകളിലും വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. കടന്നപ്പള്ളി രാമചന്ദ്രൻ പ്രതിനിധീകരിക്കുന്ന കണ്ണൂർ സീറ്റിലും ജയൻ അസാധ്യമല്ലെന്നാണ് വിലയിരുത്തൽ. വയനാട് ജില്ലയിൽ CPM-ന് കാര്യമായ പ്രതീക്ഷയില്ല. മന്ത്രി OR കേളു പ്രതിനിധീകരിക്കുന്ന മാനന്തവാടി നിലനിർത്തുന്നത് പോലും എളുപ്പമല്ല എന്നാണ് കരുതുന്നത്. കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂർ, കോഴിക്കോട് 1, കോഴിക്കോട് 2, എലത്തൂർ, കൊയിലാണ്ടി, പേരാമ്പ്ര, കുറ്റ്യാടി, ബാലുശ്ശേരി, കുന്ദമംഗലം സീറ്റുകൾ ഉറപ്പായും ജയിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. മലപ്പുറം ജില്ലയിലെ സിറ്റിംഗ് സീറ്റായിരുന്ന നിലമ്പൂർ കൈവിട്ടു പോകുമെന്ന് കരുതുന്നുണ്ടെങ്കിലും തവനൂർ, പൊന്നാനി സീറ്റുകൾ ഉറപ്പായും ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ ഷൊർണൂർ, ഒറ്റപ്പാലം, ആലത്തൂർ, കോങ്ങാട്, തരൂർ, തൃത്താല, നെന്മാറ സീറ്റുകളിലും ജയം CPM പ്രതീക്ഷിക്കുന്നുണ്ട്. തൃശൂരിൽ കുന്തംകുളം, ചേലക്കര, വടക്കാഞ്ചേരി, ഇരിങ്ങാലക്കുട, പുതുക്കാട്, കയ്പമംഗലം, മണലൂർ, നാട്ടിക, കൊടുങ്ങല്ലൂർ സീറ്റുകളിലാണ് വിജയപ്രതീക്ഷ. എറണാകുളം ജില്ലയിലേക്ക് കടക്കുമ്പോൾ വലിയ തോതിൽ ഉറപ്പു പറയാവുന്ന മണ്ഡലങ്ങൾ ഇല്ലേയില്ല. UDF കോട്ടയായ എറണാകുളത്ത് വൈപ്പിൻ, മട്ടാഞ്ചേരി, കോതമംഗലം സീറ്റുകളാണ് CPM കണക്ക് കൂട്ടുന്നത്. ഇടുക്കിയിൽ ഉടുമ്പൻചോലയും ദേവികുളവും പീരുമേടും ജയിക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിലാണ് CPM ചേർത്തിട്ടുള്ളത്. കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ, വൈക്കം സീറ്റുകളിലാണ് CPM ജയം പ്രതീക്ഷിക്കുന്നത്. ആലപ്പുഴയിൽ അരൂർ, ചേർത്തല, ആലപ്പുഴ, ചെങ്ങന്നൂർ, മാവേലിക്കര, കുട്ടനാട് സീറ്റുകൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്നാണ് CPM-ന്റെ കണക്ക്. പത്തനംതിട്ടയിൽ റാന്നി, അടൂർ, കോന്നി, പത്തനംതിട്ട, തിരുവല്ല മണ്ഡലങ്ങൾ ജയം പ്രതീക്ഷിക്കുന്ന പട്ടികയിലാണ്. കൊല്ലത്ത് പത്തനാപുരം, ചടയമംഗലം, പുനലൂർ, ഇരവിപുരം, കൊല്ലം, ചാത്തന്നൂർ,
കുന്നത്തൂർ സീറ്റുകളിൽ CPM-ന് ഉറച്ച വിജയപ്രതീക്ഷയുണ്ട്. കൊട്ടാരക്കരയും ചവറയും മത്സരം മുറുകുമ്പോൾ കൂടെ നിൽക്കുമെന്നും പ്രതീക്ഷയുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് KN ബാലഗോപാൽ കൊല്ലത്തേക്ക് മാറി മത്സരിക്കാനുള്ള സാധ്യതയും ആരായുന്നുണ്ട്. പാർട്ടിയുടെ മുൻ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLA-യുമായ ഐഷ പോറ്റി BJP സ്ഥാനാർത്ഥിയായി വരുമോ എന്ന ഭയാശങ്കയിലാണ് ബാലഗോപാൽ മണ്ഡലം മാറാൻ ഉദ്ദേശിക്കുന്നത്. തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് വാമനപുരം, വർക്കല, നെയ്യാറ്റിൻകര, പാറശാല, ചിറയൻകീഴ്, കഴക്കൂട്ടം സീറ്റുകളിലും CPM വിജയപ്രതീക്ഷ പുലർത്തുന്നുണ്ട്. ഇത്രയും സീറ്റുകളിൽ വിജയിക്കുമെന്ന കണക്ക് കൂട്ടുമ്പോഴും മതസാമുദായിക ഭരണവിരുദ്ധ വികാരം CPM-ന് മുന്നിൽ വെല്ലുവിളി തീർക്കുന്നുണ്ട് എന്ന് പറയാതെ പറ്റില്ല. എങ്കിലും ഉറപ്പായ ഈ 43-ന് പുറമെ 37 മണ്ഡലങ്ങളിലാണ് CPM ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും എന്ത് സംഭവിക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. നന്ദി.